മമ്മൂട്ടിയും മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ എത്രയോ കൊല്ലങ്ങൾ കൊണ്ടാണ് എത്രയോ പടങ്ങൾ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്താണ് ഈ പേരെടുത്തത്. അത് അവർക്ക് ശേഷം വന്ന് എത്ര നടികൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് ശേഷം എത്രയോ നടികൾ വന്നു. അവരെല്ലാം ബ്രേക്ക് എടുത്തു. കാരണം പെണ്ണെന്ന് പറഞ്ഞാൽ അവർക്കൊരു കല്യാണം നടക്കണം, ആ സമയത്ത് അവർ പ്രസവിക്കണം, അല്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ പെണ്ണുകളായിട്ടുള്ളവർ ഒരു ഫിസിക്കലായിട്ട് തന്നെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളുണ്ട്, കുറേ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ആ കൊച്ചുകൾ നോക്കണം, അവർക്ക് പാൽ കൊടുക്കണം, അത് ആ കൊച്ചിന് ഒരു 3 പ്രസവിച്ചുകൊണ്ട് ഇട്ടിട്ട് ഓടി വരാനൊക്കെ അവർ 2-3 വയസ്സിൽ വളർത്തണം. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് അയക്കണം. ഈ ചുമതലയുള്ളതെന്ന് ആണുങ്ങൾക്കില്ല. ഒരാണിന് പിന്നെ ആർട്ടിസ്റ്റും അതുപോലെയല്ലേ. അപ്പോൾ ദേ കുഡ് ആക്ട്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്ത ഒരുപാട് പടങ്ങളിൽ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച ഒരു കാര്യം കൊണ്ടാണ് അവർ വന്ന് ഇന്നും സൂപ്പർ സ്റ്റാറുകളായിട്ട് നിൽക്കുന്നത്. മനസ്സിലായി? അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമല്ല, അവരുടെ കറക്റ്റ്നെസ്, അവർ വന്ന് മറ്റുള്ള പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുമായിട്ട് നല്ലതായിട്ട് ഇടപഴകുന്നത്, ചുമ്മാ ലക്ക് കൊണ്ട് മാത്രം ഒരു പടം വേണമെങ്കിലും ഓടും. അത് ഇപ്പോൾ തമിഴിലാടും കമലഹാസനാണെങ്കിൽ ശരി, രജനികാന്ത്, അവരൊക്കെ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു പേര് ഒരു നടികൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ ഒക്കാത്തതിൻ്റെ കാര്യം പറയണം. പെണ്ണാണ് നടി, അപ്പോൾ അവർക്ക് ഒരുപാട് ചുമതലകളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എന്തിനാണ് ഞാൻ പോയത്, കൊച്ചു ജനിച്ച് ഒരു 4-5 വയസ്സായപ്പോൾ കൊച്ചു എനിക്കവരെ നോക്കണം. അവൻ താഴെ വീണു, സ്കൂളിൽ അവനൊരു അടി വന്നു, ഉടനെ ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ അതേ സമയത്ത് ഒരു ഭർത്താവാണെങ്കിൽ അങ്ങനെ ഭാര്യ ഉണ്ടല്ലോ നോക്കിക്കോളൂ എന്ന് പറയും, വിചാരിക്കും. അതാണ് വ്യത്യാസം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും വന്ന പിന്നെ അവരുടെ കൂടെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റിനും ലിസ്റ്റ് എടുത്ത് നോക്ക്. അല്ലെങ്കിൽ ഏത് നടന്മാരായാലും ശരി, ഹിന്ദിയിലായാലും എന്താ ശരി, അവരുടെ കൂടെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റിലെല്ലാം ഇന്ന് വന്ന് അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും വേഷങ്ങളിടുന്നു. ചില അവരുടെ എല്ലാ ചുമതലകൾ തീർന്നു. പിന്നെ അവർ വന്ന് ഒരു നേരം പോക്കിന് വന്ന് അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ തെറ്റായിട്ട് തോന്നി. എങ്ങനെ തെറ്റാവും? ഞാൻ പറഞ്ഞത് എവിടെയാണ് തെറ്റ്? നിങ്ങൾ പറ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എവിടെയാണ് തെറ്റുള്ളത്? ഏത് ഭാഗത്താണ് തെറ്റുണ്ടെന്ന് പറ. അങ്ങനെയല്ല, അഭിനയിക്കുന്നേക്കാൾ കുടുംബമാണ് വലുത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബം 1000 ആണുങ്ങളുണ്ടെങ്കിലും ഒരു സ്ത്രീയിലെങ്കിലും അതൊരു കുടുംബമാവില്ല. കുറേ ആളുകളുണ്ടെങ്കിൽ അത് വീട്, അത്രയേ ഉള്ളൂ. ഒരു കുടുംബം ആവണമെങ്കിൽ അതൊരു സ്ത്രീ ഉണ്ടാവണം. അപ്പം പിള്ളേർ പിന്നെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കണ്ടല്ലോ, പോയി അഭിനയിച്ചുകൊണ്ട് കിടന്നാൽ മതിയല്ലോ. എനിക്ക് തെറ്റ ഏതെങ്കിലും വരാം. അതൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞല്ലോ, അത് മതിയല്ലോ. എന്തിനാ അത്യാഗ്രഹം? ഉള്ളതിൽ വെച്ച് സന്തോഷപ്പെടാം, അത്രയേ ഉള്ളൂ. ആർക്കും അങ്ങനെ ആഗ്രഹിച്ചതെല്ലാം കിട്ടപ്പോൾ എനിക്കും ഒരു ഫ്ലൈറ്റ് മേടിക്കണമെന്ന്, ഞാൻ കാറുള്ള ആൾ, എനിക്ക് ഫ്ലൈറ്റ് മേടിക്കണമെന്ന് വിചാരിച്ചാൽ അതിനൊരു അവസാനമേ ഉണ്ടാവില്ല. അതിന് തൃപ്തി വേണം, മനുഷ്യർക്ക് തൃപ്തി. അതില്ലെങ്കിൽ ഒരു ജന്മവും ശരിയാവില്ല. ആണും പെണ്ണും ആർട്ടിസ്റ്റാണ്, രണ്ടാൾക്കും ഒരേപോലെ ആർട്ടിനോട് ഒരേപോലെ ഇഷ്ടമായിരിക്കാം. പക്ഷെ ഒരു പെണ്ണാണ് ഇതിനൊക്കെ വില കൊടുക്കേണ്ടി വരുന്നത് ഒരു പെണ്ണ് മാത്രമാണ്. അവളൊരു അമ്മയാണ്, അങ്ങനത്തെ നമുക്ക് സോക്കോൾഡ് റോളുകൾ ഉള്ളതുകൊണ്ട് ഒരുപാട് വില ഒരു പെണ്ണ് ആസ് ആൻ ആർട്ടിസ്റ്റ് കൊടുക്കേണ്ടി വരുന്നു. അത് നമ്മളെ ബഹുമാനിക്കണം, നമുക്ക് ബഹുമാനമാണ്. കാരണം നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റ് അല്ല, നമ്മൾ ഹ്യൂമൻ ബീനാണ്. നമുക്ക് പിള്ളേരുണ്ട്, നമ്മളെ പിള്ളേരെ നോക്കണം, അതിനൊക്കെ അഭിമാനിക്കേണ്ടേ വേണ്ടത്. വെറും ഒരു ആർട്ടിസ്റ്റ്, കുറേ ഫാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് ഒരു ആർട്ടിസ്റ്റ് അത്രേ ഉള്ളൂ. നമ്മൾ പല റോളുകൾ ചെയ്യണം ജീവിതത്തിൽ. പെണ്ണുകളാകുമ്പോൾ ഒരുപാട് ക്യാരക്ടർ റോൾ ചെയ്യണം ജീവിതത്തിലും. അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സുന്ദരിയായ സിനിമാ നടി എന്നറിയപ്പെടാനാണോ ആണോ അത് നല്ല കഴിവുള്ള ഒരു സിനിമാ നടി എന്നറിയപ്പെടാനായിരുന്നോ ആഗ്രഹം? എന്നെയാ? രണ്ടും. അതെ, രണ്ടും വേണമെന്ന് വിചാരിച്ചു. സുന്ദരിയായിരുന്നാലല്ലേ ഒരു ഹീറോയിനായിട്ട് അഭിനയിക്കാനൊക്കെയുള്ളൂ. രണ്ടും വേണമെന്ന് അഭിനയിച്ചു. പിന്നെ ഇപ്പം അമ്മയായിട്ട് പട്ടിയായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും അല്ല, സുന്ദരി അങ്ങനെ ഒരു കഥ 2 കഥ കിട്ടുമായിരിക്കും. സുന്ദരിയല്ലാത്ത ഭാര്യ വന്ന് കാണാൻ കൊള്ളത്തില്ല, എന്നാലും ഭർത്താവ് നല്ലവനാണ് എന്നൊക്കെ പറയുന്ന ഒരു കഥ വരും, 2 കഥ വരും. ത്രൂ ഔട്ട് ഒരു 10-15 പടം അങ്ങനെ ആ സ്ത്രീയെ വെച്ച് തന്നെ എടുക്കുമോ? ഒരേ നടിയെ വെച്ച് അങ്ങനെ എടുക്കുമോ? എടുക്കത്തില്ല. ഏറ്റവും നല്ല സിനിമ ഓൺ സ്ക്രീനിൽ ഏറ്റവും നല്ല പ്രണയിനിയായിട്ട് അഭിനയിച്ചിരുന്ന ഒരാളാണ്. റിയൽ ലൈഫിൽ നല്ലൊരു പ്രണയിനിയായിരുന്നു.
ഇത് എന്തൊരു ചോദ്യമാണ് ഇതൊക്കെ. ഇത് ആ ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു, അനുരാഗം, നിങ്ങളോട് എനിക്ക് അനുരാഗമുണ്ട്, നിങ്ങളോട് എനിക്കിഷ്ടം, നിങ്ങളോട് ഇഷ്ടം, എല്ലാവരും പ്രേമിക്കുകയാണ് ഞാൻ, എല്ലാവരോടും ഇഷ്ടമാണ് എനിക്ക്. വിമൻ ആക്ടേഴ്സ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും, ചൂഷണം ചെയ്യപ്പെടുന്നു. അവർക്ക് ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല. ഓരോ സംഘടനയൊക്കെ ഉണ്ടായി. സോ ഇതുപോലത്തെ ഇഷ്യൂസ് നേരത്തെ ഉണ്ടായിരുന്നു മലയാള ഫിലിം. അങ്ങനെ എന്നെ അറിഞ്ഞത്തോളം ഒന്നും ഞാനൊരു 10 എത്ര കൊല്ലം ഞാനുണ്ടായിരുന്ന ഫീൽ അങ്ങനെ ഒരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല. അന്നത്തെ പ്രൊഡ്യൂസേഴ്സും ഹീറോസും എല്ലാവരും വളരെ പച്ചക്കുള്ള മനുഷ്യരായിരുന്നു. കാരണം നമുക്കൊരു എത്ര രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിലേ അവർ വന്ന് വീട്ടിൽ വന്ന് കഷ്ടമാണെങ്കിൽ പോലും അവർ പറയും ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കാശ് കൊടുക്കും. ഇപ്പം പിന്നെ പടം കഴിഞ്ഞ പ്രൊഡ്യൂസറേ കാണുന്നില്ല, അവരെവിടെ ഏത് നാട്ടുകാരനാന്ന് പോലും അറിയത്തില്ല. നല്ല മനുഷ്യരായിരുന്നു. ഞാൻ അഭിനയിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസറായാലും ശരി എല്ലാവരും നല്ല അന്നത്തെ ഫുഡും അന്നത്തെ ഹാർമോണില്ലാത്ത ഫുഡ്സും അതും ഇതും കൂടെ അതൊക്കെ മാറ്റങ്ങളായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു ഡ്രഗ്സൊക്കെ അടിച്ച് ആ ഡ്രഗ്സ് അവർ കഴിച്ചില്ലെങ്കിൽ അവർ കഴിക്കുന്ന ഫുഡിലൊക്കെ ഇത് ഒരുപാട് മായങ്ങളുള്ളതല്ലേ. ഇപ്പോൾ അതുപോലെ തന്നെ കൾച്ചറലി കുറേ മാറിയിട്ടുണ്ട് ഈ സിനിമ ആക്ടേഴ്സിന്റെ കൾച്ചർ. ഇപ്പൊ പണ്ട് ഒരു സീക്രസി ഉണ്ടായിരുന്നു. ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രൈവറ്റ് ലൈഫ് പേഴ്സണൽ ലൈഫ് ഒന്നും പുറത്തൊന്നും അങ്ങനെ കൂടുതൽ വരില്ല. ഇപ്പൊ അങ്ങനെയല്ല, ആക്ടേഴ്സ് എല്ലായിടത്തും പോകും, അവർ ഭയങ്കര ഓപ്പൺ ആണ്. അവർ ഫിലിം കഴിഞ്ഞാൽ അതിന് പ്രൊമോഷന് വേണ്ടി ഇറങ്ങും. അപ്പൊ ആ സീക്രസി മാറിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ ഈ ട്രെൻഡ്? അല്ല ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഈ പ്രൊമോഷൻ അത് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ഇൻവോൾവ് ആവുന്നതിൽ പണ്ട് പ്രൊഡ്യൂസർ മാത്രമായിരുന്നു പാവം. പ്രൊഡ്യൂസറും പുതിയതായിട്ട് വന്ന ഡയറക്ടറും അവരുടെ തലയിലാണ് ഇത് മുഴുവനും. അപ്പം ഞങ്ങളെല്ലാം കൂടി ഇപ്പോൾ സപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത്. വെച്ചാൽ സപ്പോർട്ട്, ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളൊന്ന് മെയ് 5-ാം തീയതി വന്ന് ഈ മറ്റേ അനുരാഗം എന്നുള്ള പടം കാണണം, നല്ല പടമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയൊരു സപ്പോർട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഓടി വരാൻ പോകുന്നില്ല. ഷീല പറഞ്ഞ് ഓടിപ്പോയി നമുക്ക് ടിക്കറ്റ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഓടി വരാൻ പോകുന്നില്ല. അല്ല, നമ്മളെക്കൊണ്ട് അണ്ണാനും തന്നാലാവുന്നത് പോലെ നമ്മളെക്കൊണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. രാഷ്ട്രീയത്തിൽ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഒരുപാട് ഫിലിം സ്റ്റാർസ് രാഷ്ട്രീയത്തിൽ വരികയും വളരെ സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അത് ഒട്ടും വെൽക്കമിങ് അല്ല. ആ രീതിയിൽ സിനിമാക്കാരെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് കേരളം അത്ര വെൽക്കം ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അവർ മാറ്റം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞതാ എന്തുകൊണ്ടാണ്. എനിക്കിത് നിങ്ങളോട് ഈ പത്രക്കാർ വന്ന് ചോദിക്കുന്നവരോട് ചോദിക്കണമെന്നുള്ള ഒരു ചോദ്യമാണിത്. എന്താ സിനിമാക്കാർ വിടാത്തത് വരാൻ? എനിക്ക് വരാൻ വേണ്ടിയല്ല. ഇപ്പോൾ കുറച്ച് പേരൊക്കെ സിനിമാക്കാരൊക്കെ വന്നിട്ടുണ്ട്, സുരേഷ് ഗോപി ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നാളാവും ഇതൊക്കെ വന്ന് വരും, സിനിമാക്കാരൊക്കെ വരും. എല്ലാം കുറച്ച് നാളാവുന്നേ ഉള്ളൂ. കഴിഞ്ഞു 4 പേര് കൂടി. ആദ്യകാലത്ത് മലയാളത്തിൽ കഥയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. അത് കഴിഞ്ഞ് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഗ്ലാമർ റോളുകളുടെ വിജയശ്രീയുടെയൊക്കെ അതിന്റെ പ്രഷർ വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള സിനിമയിലുള്ള ഈ ഗ്ലാമർ റോൾസ് കേൾക്കുന്നില്ല, ശബ്ദത്തിൽ ഗ്ലാമർ റോൾസ് ശബ്ദത്തിൽ പറയോ? ഒരു കാലഘട്ടത്തിൽ ഗ്ലാമർ റോൾസിന് ഭയങ്കര പ്രാധാന്യം വന്നു മലയാളത്തിൽ. അപ്പോൾ അതിന്റെ പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, അങ്ങനെ ഒരു കാലഘട്ടം ഒന്നുമില്ല. കുറേ പടങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ കുറച്ച് ഗ്ലാമർ പുറത്തുള്ള പടങ്ങളുടെ ഒക്കെ, അതായത് തമിഴും തെലുങ്കൊക്കെ പറയും, ഓ മലയാളം പടമാ അപ്പോഴതാ നല്ല ഉட்காந்து വിറ്റെല്ലാം പാക്കലാം എന്ന് പറയുന്നൊരു കാലഘട്ടം ഇടയ്ക്ക് വന്നു. ഇതൊക്കെ ഞാൻ ഈ സിനിമയൊക്കെ വിട്ട് നിന്നതിന് ശേഷമുള്ളൊരു കാലഘട്ടമായിരുന്നു. കാരണം അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് മാറി. അപ്പോൾ ഈ സിനിമ എങ്ങനെ എടുക്കണം, എന്താണ് എടുത്ത പടമോടും ജനങ്ങളെ എങ്ങനെ തിയേറ്ററിൽ വരുത്തണമെന്ന് അറിയാതെ ഒരു കാലഘട്ടത്തിലാണ് ഇവർ ഗ്ലാമർ വന്ന് കയ്യിലെടുത്തത്. പിന്നെ അവർ മനസ്സിലാക്കി ഗ്ലാമറൊക്കെ എടുത്തൊരു കുറേ നാൾ നിൽക്കാനൊക്കത്തില്ല. പിന്നെ ബന്ധുക്കളുടെയും ഭാര്യയുടെയും മക്കളുടെയും നടക്കണ്ടേ ഈ പടങ്ങളൊക്കെ എടുത്തിട്ട് എന്നാൽ അവർ മനസ്സിലാക്കിയിട്ട് അതൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ നല്ല കഥ മാത്രം പോലെയല്ല, സ്ക്രീൻ പ്ലേ ആണ് ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എൻ്റെ വിശ്വാസത്തിലുള്ള സ്ക്രീൻ പ്ലേ നല്ലതായിരിക്കണം.
പിന്നെ അതിലുള്ള ആർട്ടിസ്റ്റ് നല്ല ആർട്ടിസ്റ്റായിരിക്കണം. അപ്പോൾ അഭിനയിക്കുമ്പോൾ വളരെ ജോവിയലായിട്ടാണ് അഭിനയിക്കുന്നത്. നല്ല അഭിനയം, ഇപ്പോഴുള്ള ആർട്ടിസ്റ്റിൻ്റെ അഭിനയം നല്ല റിയാലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമാണ്. നല്ല പടങ്ങളാണ്. ജയ ജയ ആ പടമുണ്ടല്ലോ, അതൊക്കെ എന്ത് നല്ല പടങ്ങളാണ്. പെണ്ണുങ്ങളൊക്കെ എന്ത് പ്രാധാന്യം കൊടുത്ത് ഒരു കൊച്ചു പെണ്ണിനെ വിശ്വസിച്ചല്ലേ ആ പടം എടുത്തിരിക്കുന്നത്. അതേമാതിരി ഇനിയൊരു പടം ഉണ്ടല്ലോ, ഞാനാണ് കൊല ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോയി പറയുമ്പോൾ അവസാനം ആ പോലീസുകാരനായിരുന്നു കൊല ചെയ്തത്. എന്താണ് ഈ വാർത്തയാ? ഉത്തരം. ഈ ഉത്തരം അതൊക്കെ എന്ത് നല്ല ആ പടങ്ങളൊക്കെ ഓടിയില്ലേ? ഇപ്പോൾ ഒന്ന് രോമാഞ്ചം ഓടിയില്ലേ? എന്തുകൊണ്ട് വലിയ വലിയ ആർട്ടിസ്റ്റ് എടുക്കുന്ന പടം ഓടുന്നില്ല? കാരണം കഥയോ സ്ക്രീൻ പ്ലേ ശരിയല്ല. ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യാനൊത്ത, പക്ഷേ ആർട്ടിസ്റ്റ് വളരെ സൂക്ഷിക്കണം. കാരണം അവരൊക്കെ വെച്ചിരിക്കുന്നത് കിരീടമാണ്. ആർട്ടിസ്റ്റൊക്കെ വെച്ചിരിക്കുന്ന തലയിൽ ഒരു കിരീടമാണ്, പക്ഷെ അത് മുൾക്കിരീടമാണ്. എന്തെങ്കിലും പാടിപ്പോൾ അയ്യ അവൻ്റെ പടം പോയി അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് സാധാരണയായിട്ട് പറഞ്ഞിട്ട് പോകും. നിങ്ങൾ അവൻ്റെ സ്ക്രീൻ പ്ലേയിലും അവൻ്റെ സ്റ്റോറിയിലൊക്കെ ഒരുപാട് ഇടപെടണം. അതൊക്കെ എംജിആറും ശിവാജിയൊക്കെ അവർ അഭിനയിക്കുന്ന കാലത്തൊക്കെ അവർ ഒരുപാട് ഇടപെട്ടുണ്ട്. ഇപ്പോൾ വെച്ചാൽ എന്തെങ്കിലും കൊണ്ടുവന്ന് തട്ടിമുട്ടിയൊരു പടം അവരെ കാഴ്ചയിൽ കിട്ടിയേ എന്ന് പറഞ്ഞാൽ തട്ടിമുട്ടിയൊരു പടം എടുക്കാൻ പാടില്ല, അതിൽ പോയി അഭിനയിക്കാൻ പാടില്ല. എടുക്കുന്നത് എടുക്കാതിരിക്കുക അവരുടെ ഇഷ്ടം. ഈ ആർട്ടിസ്റ്റ് അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിക്കാൻ പാടില്ല. അഭിനയിക്കാൻ നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ വൺ ലൈൻ ട്രീറ്റ്മെൻറ്റ് മുതൽ ആർട്ടിസ്റ്റും വായിക്കണം. അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റ് മുൾക്കിരീടം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവനെ പറ്റി എന്ത് കുറ്റം പറയാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറയട്ടെ, ഹീറോയിൻസിന് അങ്ങനെയൊന്നുമില്ല. കാരണം പൊട്ടിപ്പോയാലുണ്ടല്ലോ ഡയറക്ടറുടെ പേര് അല്ലെങ്കിൽ ഹീറോയുടെ പേര് പറയത്തുള്ളൂ. ഹീറോയിൻസിൻ്റെ പേര് അധികം പറയത്തില്ല. ഞങ്ങളുടെ കാലത്തിലൊക്കെ നേരെ അഭിനയിച്ച് പൊട്ടിപ്പോയി. ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റാണെങ്കിൽ ശരി, ഇപ്പോൾ ഉള്ള നിലവിലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റാണെങ്കിൽ ശരി, പടം നല്ലതല്ലെങ്കിൽ പറയും അവൻ അഭിനയിച്ച കാരനാണ് പൊട്ടിയത്. അല്ലെങ്കിൽ ഹീറോയുടെ പേരേ വരത്തുള്ളൂ.